എബ്രായ ലേഖനം 12 അധ്യായം 26 മുതലുള്ള ചില വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിക്കുന്നു. ദയവായി പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. അവന്റെ ശബ്ദമെന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാനിനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനിയൊരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാർ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. കർത്താവിന്റെ വലിയ നാമം ഈ പുലരിയിലും മഹത്വപ്പെടട്ടെ. ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നിത്യസ്നേഹത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ പ്രസംഗിക്കാൻ അവസരം നൽകിയ മഹാദൈവത്തിന് എല്ലാ പുകഴ്ചയും ആരാധനയും ആദരവോടെ അർപ്പിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കാധാരമായി പരിശുദ്ധാത്മ നൽകിയ തിരുവെഴുത്താണ് ബഹുമാന്യ ശ്രോതാക്കളെ വായിച്ചു കേൾപ്പിച്ചത്. പ്രാർത്ഥനയോടെ ദൈവശബ്ദത്തിനായി ശ്രദ്ധിച്ചാലും. നാം വായിച്ച വേദഭാഗത്ത് ചില കാര്യങ്ങൾ പ്രത്യേകമായി പരാമർശിക്കുന്നു. 26 വാക്യം, ഈ ഭൂമി ഇളകുന്നതാണ്. 27, ഇളകാത്ത രാജ്യം വരാൻ പോകുന്നു. 28, ഇളകാത്ത രാജ്യത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത വിശദീകരിക്കുകയാണ്. അന്ന് അവന്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. ഇനി ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും. അങ്ങനെയാണെങ്കിൽ ഇളകുന്ന രാജ്യവും ഇളകാത്ത രാജ്യവുമുണ്ട്. അപ്പൊ ന്യായമായ ഒരു ചോദ്യമുയരും, എത്ര ലോകമുണ്ട് അങ്ങനെയാണെങ്കിൽ? പ്രിയരെ, കെനോട്ടിക് പാസേജ് എന്ന് വിളിക്കുന്നൊരു വേദഭാഗമുണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ 2 അധ്യായം 6 മുതൽ 11 വരെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന താഴ്ചയുടെ 7 പടികളാണ് വിശദീകരിക്കുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട്ടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അതിനുശേഷം ദൈവം പുത്രനെ ഉയർത്തുന്ന പടികളും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇവിടെ പരിശുദ്ധാത്മാവ് 3 ലോകങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എന്ന് പറഞ്ഞാൽ, പ്രിയരെ, 30 മുഴങ്കൽ മടക്കൽ യോഗ്യനാണ് നാം ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യ വസ്തുവായ യേശു ക്രിസ്തുവിന്റെ നാമം. 4 ആളുകൂടി ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേടില്ലാത്തവൻ, സർവ്വവ്യാപി, സർവജ്ഞാനി, സർവജ്ഞനും നിത്യനുമായ ദൈവപുത്രന്റെ നാമത്തിനു മുൻപിൽ ആമേൻ ഭൂലോകവാസികൾ മാത്രമല്ല 30 മുഴങ്കൽ മടക്കും. സ്തോത്രം. ശ്രദ്ധിക്കണേ, തീരാവേദനയിൽ കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നിവൃത്തിയായി. കുഞ്ഞെ, ഇതിനെ ചെറുതായി കാണരുത്. നിവൃത്തിയായി എന്ന വാക്കിനെ പരിശുദ്ധാത്മ പറയുന്നു. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് 30 പ്രഖ്യാപിക്കുകയാണ്, നിവൃത്തിയായി. സ്വർലോകവാസികളോട് പറഞ്ഞു, തിരുവെഴുത്തുകൾ നിവൃത്തിയായി. ഭൂലോകവാസികളോട് പറഞ്ഞു, പാപത്തിന്റെ പരിഹാരം നിവൃത്തിയായി. അധോലോകവാസികളോട് പറഞ്ഞു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി അവന്റെ അധികാരത്തിലുള്ളവരെ മോചിപ്പിക്കുവാനുള്ള യാഗം പൂർത്തിയായി. ദൈവിക പദ്ധതി നിവൃത്തിയായി. അങ്ങനെയാണെങ്കിൽ 3 ലോകവും കേൾക്കുവാനുള്ള ഡിക്ലറേഷനായിരുന്നു നിവൃത്തിയായി എന്ന വാക്കിൽ മുഴങ്ങിയത്. സ്വർലോകം, ഭൂലോകം, അധോലോകം. ഇവിടെ പറയുന്ന 3 ലോകങ്ങളിൽ 2 ഇളകുന്നതല്ല, ഒരിക്കലും നശിക്കുന്നതല്ല, നിത്യമാണ്. ചിലർ ചോദിക്കാറുണ്ട്, നരകം നിത്യമാണോ? കർത്താവിന്റെ വാക്ക് ശ്രദ്ധിക്ക്, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവാൻ. അതേ പ്രിയപ്പെട്ടവരെ, നിത്യ അഗ്നിയാണ്, നിത്യദണ്ഡനമാണ്. മനസ്സിലാക്കണേ, സ്വർഗത്തിലേക്കും അധോലോകത്തിലേക്കും പോകാനുള്ള ആളുകൾ പാർക്കുന്ന ഇടമാണ് നാം അധിവസിക്കുന്ന ഭൂമി. ഇവിടെ നിന്നാണ് 2 ലോകത്തേക്കും പോകുന്നത്. അതുകൊണ്ടാണ് മരിച്ചുപോയി, ചത്തുപോയി, നാട് നീങ്ങിപ്പോയി, കാലം ചെയ്തു പോയി എന്നൊക്കെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഓർക്കണം, പോകാൻ 2 സ്ഥലങ്ങളേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ, മനുഷ്യർക്ക് വേണ്ടിയല്ല ദൈവം നരകം ഒരുക്കിയത്. 25:41 യേശു പറയുന്നു, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ്. പക്ഷേ മനുഷ്യരവിടെ എത്തപ്പെടുന്നു. അതെങ്ങനെ? ഉത്തരം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. നരകത്തിലെത്താനുള്ള യോഗ്യത പ്രാപിക്കുന്ന അങ്ങനെയാണ്. ആ സ്ഥിതിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുത്രൻ പരമയാഗമായി തീർന്നത്. നമുക്കറിയാം, രക്ഷാനിർണയം പ്രാപിക്കാനുള്ള മാർഗം ലളിതമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയാണ് നാം സ്വർഗത്തിലെത്തുന്നത്. അതുപോലെ തന്നെ പിശാചിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ പിശാചിന്റെ മക്കളായി മാറുന്നു. അങ്ങനെ അവരും സ്വാഭാവികമായി നരകത്തിലെത്തുന്നു. സ്വർഗത്തിലെത്താൻ
നിത്യാനന്ദം പ്രാപിക്കാനുള്ള യോഗ്യത ദൈവപുത്രനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. സിമ്പിൾ പ്രൊസീജിയർ ആയതുകൊണ്ട് മനുഷ്യർ വില കൽപ്പിക്കുന്നില്ല, സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. മാമലമുകളിൽ മുട്ടിലിഴഞ്ഞ് തീർത്ഥാടനം നടത്തി പണം ചെലവഴിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേണ്ടിയിരുന്നെങ്കിൽ വിലയുണ്ടാകുമായിരുന്നു. ഇത് സിമ്പിൾ പ്രൊസീജിയറായി പോയി. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇളകുന്ന രാജ്യം, ഇളകാത്ത രാജ്യം. ഇനി ഭൂമിയെ ഇളക്കും. ഭൂലോകം ഇളകുമെന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യാർത്ഥികൾക്കറിയാം, ഭൂമിയെ ശാസ്ത്രം മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഈ ഭൂമി ഇളകിപ്പോകണമെങ്കിൽ ആദ്യം ഭൂമിയുടെ സംരക്ഷണ വലയമായ ശൂന്യാകാശം മാറണം. പിന്നെ 2905 കിലോമീറ്റർ താഴേക്ക് വരുമ്പോൾ അവിടെയുള്ള മൂലകങ്ങൾ നശിക്കണം. അതുകൊണ്ടാണ് 2 പത്രോസ് 3:10 പറയുന്നത്, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. പ്രിയരെ, നാം കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമിയുടെ മുകൾ പരപ്പ് ക്രസ്റ്റ് എന്ന് വിളിക്കുന്ന 35 കിലോമീറ്റർ കനമുള്ള ഭാഗമാണ് ഒന്നാമത്തെ തട്ട്. അവിടെ നിന്നും താഴോട്ട് 2870 കിലോമീറ്റർ കനമുള്ള മാൻഡിൽ എന്ന ഭാഗം. ഇനി ശ്രദ്ധിക്കണേ, യോബ് 28:5 പറഞ്ഞിരിക്കുന്ന അതോ ഭാഗം തീ കൊണ്ടെന്ന വണ്ണം തിളച്ചുമറിയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ് മൂന്നാമത്തെ തട്ട്. ലോവർ, ലോവസ്റ്റ് എന്ന് തിരിച്ചിരിക്കുന്നു. അതെ, ഈ ഭൂമി ഇളകുന്നതാണ്. എന്നാൽ ഇളകാത്തൊരു രാജ്യം വരാൻ പോകുന്നു. അവിടെ പ്രവേശിക്കണമെങ്കിൽ ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ ഇറങ്ങിവരുന്ന ദൈവപുത്രൻ വിശ്വസിക്കുകയല്ലാതെ മറ്റു വഴിയില്ല. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനുള്ള 150 ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയ 3 അധ്യായങ്ങളുണ്ട് തിരുവെഴുത്തിൽ. ഇതിനെ യഹൂദിയ അധ്യായങ്ങൾ അഥവാ യഹൂദന്റെ മുപ്പിരിച്ചരട് എന്നാണ് പറയുന്നത്. അത് യഥാക്രമം ഇതാണ്: മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21. ഇതിനു പുറമെ തിരുവെഴുത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിഴിവോടെ തെളിവോടെ പരിശുദ്ധാത്മാവ് കുറിച്ചു വെച്ചിട്ടുണ്ട് അരുമനാഥന്റെ മടങ്ങിവരവിനെ കുറിച്ച്. മുമ്പ് നിവാസികളുടെ ദുഷ്ടത നിമിത്തം പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ കഴുകിയെടുത്ത് റീക്രിയേറ്റ് ചെയ്ത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ ഏൽപ്പിച്ച ദൈവം പക്ഷേ നോഹയുടെ കാലത്ത് വീണ്ടും ഭൂമിയെ വെള്ളത്തിൽ മുക്കി. അറിയാം നമുക്ക് എന്താ കാരണമെന്ന്. കഴുകിയെടുത്ത് കുഞ്ഞെ പലവട്ടം കഴുകിപ്പിഴിഞ്ഞാൽ പിന്നെ പിഞ്ചിപ്പോകും. ഓൾമൈറ്റി ഗോഡ്, സർവശക്തനല്ലേ പിഴിയുന്നത്, പിഞ്ചിപ്പോകും, കീറിപ്പോകും. അതുകൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല. ദൈവൊരുക്കിയ രക്ഷാപദ്ധതി അവഗണിച്ച് ദൈവവിരോധിയായി മനുഷ്യൻ നടന്നാൽ ഞാൻ ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും, തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ ന്യായമായൊരു ചോദ്യം വരും, കത്തിപ്പോയാൽ പിന്നെ ഭൂമിയില്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം പത്മോസിന്റെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മുട്ടുമടക്കി യോഹന്നാന് ദൈവം കാണിച്ചു കൊടുത്തു. അനന്തരം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. മക്കളെ, അതാ കേട്ടോ ഇളകാത്ത രാജ്യം. ഓർത്തുകൊള്ളുക, കാലമേറെയില്ല. കാലൂന്നി നിൽക്കുന്ന ഭൂമി ഇളകാൻ പോകുന്നു. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്ന ക്രിസ്തു യേശു ഇറങ്ങി വരാൻ കാലം തികഞ്ഞു. ഇളകുന്ന രാജ്യമെന്ന് പറയുമ്പോൾ ആദ്യം ഇളകുന്നത് എവിടെയാണെന്നറിയണം. നമുക്കത് തിരുവെഴുത്തിലൂടെ നോക്കി മനസ്സിലാക്കാം. ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. എന്തിനാ തമ്പുരാൻ ഇങ്ങനെ ഇളക്കുന്നത്? പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ തൈര് കടയിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിനാ അമ്മച്ചി ഇങ്ങനെ കടയിൽ നിന്ന് ഇങ്ങനെ ഇളക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മച്ചി പറയും, മക്കളെ, ഇതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. മോരുണ്ട്, തൈരുണ്ട്, വെള്ളമുണ്ട്, വെണ്ണയുണ്ട്. ഇതെല്ലാം വേർതിരിച്ചു വരാൻ വേണ്ടിയാണ് ഇളക്കുന്നത്. ആകാശം, ഭൂമി, കടല്, കര, അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളൊക്കെ ഒന്നിച്ച് കിടക്കുകയാണ്. പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം ന്യായവിധിയുടെ കടകോൽ കൊണ്ട് ഇതിനെ ഇളക്കാൻ പോകുക കേട്ടോ. എന്തിനാ? ചിലതിനെയൊക്കെ വേർതിരിച്ചെടുക്കാൻ. എന്തിനാ തിരിച്ചെടുക്കുന്നത്? സകല ജാതികളുടെയും മനോഹര വസ്തുവായവൻ ഇറങ്ങി വരുമ്പോൾ തൻ രക്തം കൊടുത്തു നേടിയ ദൈവകുഞ്ഞുങ്ങളെ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം എന്നിങ്ങനെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ വേണ്ടിയാണ്. ആമേൻ. ഏതാണ് സകല ജാതികളുടെയും മനോഹര വസ്തു? സ്തോത്രം. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഒരിക്കൽ ഈ മണ്ണിൽ ജനിച്ച് കാൽവറിയിൽ മാനവകുലത്തിന്റെ രക്ഷാപദ്ധതി പൂർത്തിയാക്കിയവൻ അവനാണ് സകല ജാതികളുടെയും മനോഹര വസ്തു. ജാതി, മത, വർഗ, വർണ്ണ, കുലീന, കുലഹീന, ആര്യ, ചണ്ടാള, ശകദാസ, ബർബരാദി ഭേദമന്യേ ലക്ഷപ്രഭുവിനും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും കോടീശ്വരനും കോടിമുണ്ട് വാങ്ങാൻ വകയില്ലാത്തവനും കറുത്തവനും വെളുത്തവനും തൊഴിലാളിക്കും മുതലാളിക്കും അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനും ഉടമയ്ക്കും അടിമയ്ക്കും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാവിഹീനനും എല്ലാവർക്കും മനോഹര വസ്തുവായവൻ ഏക സത്യ ദൈവത്തിന്റെ നിത്യപുത്രനായ ക്രിസ്തുവേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ ഇറങ്ങിവരാൻ കാലമായിരിക്കുന്നു. അവൻ കലക്കമുണ്ടാക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഒരു ചെറിയ സാന്നിധ്യം പോലുമില്ലാതെ 1000 വർഷം ഈ ഭൂമിയെ ഭരിക്കുവാൻ അവൻ ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്ന ക്രിസ്തുവേശു ഇറങ്ങിവരാൻ പോകുന്നു.
അവിടുത്തെ വരവിന് നാന്ദി കുറിച്ചുകൊണ്ട് ആകാശമിളകി മാറും. ഒലിവുമലയുടെ മുകളിൽ 500-ൽ പരം പേർ നോക്കി നിൽക്കെ സ്വർഗത്തിലേക്ക് കയറിപ്പോയ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു, ഒരു മേഘം മറച്ചിട്ട് അവനെ കാണാതെയായി. മേഘം മറച്ചിട്ട് കാണാതായെങ്കിൽ മക്കളെ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. സ്തോത്രം. മനോഹര വസ്തുവായ രാജാതിരാജാവിന് വഴിയൊരുക്കാൻ ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു മാറും. ലൂക്കോസ് 21:26. ആകാശത്തിന്റെ ശക്തികൾ ഇളകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നെന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. വെളിപ്പാട് 6:12. നോക്കൂ, 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിരും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ആമേൻ. ആകാശം പുസ്തക ചുരുൾ മാറും പോലെ മാറിപ്പോയി. ഈ തിരുവെഴുത്ത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, റിച്ചർ സ്കെയിലിൽ 2.4 തുടങ്ങി 9.8 വരെയുള്ള ഭൂകമ്പങ്ങൾ ലോകത്ത് പലവട്ടം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പരിണിതഫലമായി ജനലക്ഷങ്ങളാണ് മണ്ണടിഞ്ഞത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇനി വരാൻ പോകുന്നത് അങ്ങനെയല്ല. തിരുവചനം പറയുന്നു, യെശയ്യാവ് 24:17, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങും. ആമേൻ. ഭൂമി പൊടുപൊടെ പൊട്ടും, ഭൂമി കിറുകിറെ കീറും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആടും. അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും, എഴുന്നേൽക്കുകയുമില്ല. 8.5 എന്ന് പറയുമ്പോൾ ഭൂമി ചെറുതായിട്ട് കീറി, അത്രേ ഉള്ളൂ. ചില ഭാഗങ്ങളിൽ മാത്രമായിട്ട് കുലുങ്ങി, അങ്ങും ഇങ്ങുമൊക്കെ പൊട്ടി. എന്നാൽ ഇനി പൊടുപൊടെ പൊട്ടും, കിറുകിറെ കീറും. ചില ഭാഗങ്ങൾ മാത്രം കുലുങ്ങുകയല്ല, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകും. അവൻ ആ ഭയാനകത അകതാരിൽ ചിന്തിക്കുമ്പോൾ തന്നെ ലോകമനുഷ്യന്റെ ഉള്ളം വിറച്ചു പോകുമ്പോൾ അവൻ വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതൽ പ്രത്യാശയോട് പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് സന്തോഷിച്ചു തുള്ളുവിൻ. ആമേൻ. അടുത്തതായി പറയുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, പെരുങ്കാറ്റുകൊണ്ട് തീക്കായ്കൾ വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു, ഉൽക്കകൾ ഭൂമിയിൽ വീണു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു എന്ന് പറയുന്നതിൽ ശാസ്ത്രത്തിന്റെ വശം വല്ലമുണ്ടോ? ശാസ്ത്രീയ വശമുണ്ടോ? 9,30,00,000 മൈൽ അകലെയാണ് സൂര്യൻ നിൽക്കുന്നതെന്ന് ഒരു കാലത്ത് ശാസ്ത്രം ഊട്ടി ഉറപ്പിച്ചു പറഞ്ഞതാണ്. 9,30,00,000 മൈൽ അമ്പരക്കുമാർ 9,30,00,000 മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അഗസ്കരൻ എന്ന് ഈ ശാസ്ത്രത്തിന്റെ വാക്ക് കേട്ടു വേദവിഹാരകാരകനും എഴുതി വച്ചിട്ടുണ്ട്. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ അബദ്ധമാകാമെന്ന് കവി പറഞ്ഞതുപോലെ ഇപ്പോൾ ശാസ്ത്രം പറയുന്നു മുമ്പ് പറഞ്ഞത് അബദ്ധമാണ്. 9,30,00,000 എന്നുള്ള കണക്ക് വിട്ടിരിക്കുന്നു. 15 ലക്ഷം കോടി മൈൽ അകലെയാണ് അവൻ സൂര്യൻ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചത്തെ വിസ്മയത്തോട് നോക്കി കാവ്യഭാവന കുറിച്ചതുപോലെ അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തു കണ്ടു കുഞ്ഞെ? ശാസ്ത്രം വളർന്ന അറിവിന്റെ നെറുകയിലെത്തിയാലും ദൈവത്തിന്റെ വചനം പറയുന്നു 1 കൊരിന്ത്യർ 8:2, താൻ വല്ലതും അറിയുന്നുവെന്നൊരുവന് തോന്നുന്നെങ്കിൽ അറിയേണ്ടുമെന്നവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. സ്തോത്രം. ഒരിക്കൽ ശാസ്ത്രം പറഞ്ഞു സൂര്യൻ ഒരിടത്തനങ്ങാതെ നിൽക്കുന്നു, ഭൂമി അതിനെ ചുറ്റി സഞ്ചരിക്കുന്നു. അന്ന് വേദപുസ്തകം വായിച്ചുള്ള ദൈവദാസന്മാർ നെഞ്ചുറപ്പോടെ പറഞ്ഞു, അങ്ങനെയല്ല തിരുവചനം പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 19:4 മുതലുള്ള വാക്യങ്ങൾ, അവൻ സൂര്യന് ഒരു കൂടാരമടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളൻ തുല്യം, വീരനെ പോലെ തന്റെ ഓട്ടമോടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്തു നിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവുമാകുന്നു. സ്തോത്രം. സൂര്യൻ ചലിക്കാതൊരിടത്ത് നിൽക്കുകയല്ല, അതിനൊരു അയനമുണ്ട് എന്ന് പറഞ്ഞാൽ നിയതമായ ഒരു സഞ്ചാര പഥമുണ്ട്. ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ സർക്യൂട്ട് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഇത് കേട്ടപ്പോൾ ശാസ്ത്രം പറഞ്ഞു ഉപദേശിമാർക്ക് ഭ്രാന്താണ്. പണ്ട് നോഹ പെട്ടകമുണ്ടാക്കിയപ്പോഴും മഴ വരുന്നെന്ന് പ്രസംഗിച്ചപ്പോഴും ജനം പറഞ്ഞതാണ് നോഹയുടെ തലയിലെ സ്ക്രൂ അയഞ്ഞതാ. എണ്ണ തേച്ചുകുളി ഭംഗിയായി 2-3 ചെയ്തിയിടുകിൽ കുറെയൊക്കെ മാറും, ചെറുപറ പറയുന്നതും നിൽക്കും, മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ, വല്ല കുണ്ടാമണ്ടിയും ഒപ്പിക്കും. അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. എന്നാൽ തിരുവചനത്തിലൂടെ അന്ന് ദൈവദാസന്മാർ പറഞ്ഞ മഹാസത്യം ആരും അംഗീകരിച്ചില്ലെങ്കിലും ഇന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു സൂര്യൻ വടക്കോട്ട് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാദൈവത്തിന്റെ അധിവാസ സ്ഥാനമാണ്, സ്വർഗമാണ്. ഉത്തരഭാഗം വടക്കുഭാഗം സ്വർഗം എന്ന് തിരുവെഴുത്തിനെ ആധാരമാക്കി അന്ന് ദൈവദാസന്മാർ വിശദീകരിക്കാൻ ശ്രമിച്ചു, അവർ അംഗീകരിച്ചില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രം തലകുലുക്കി സമ്മതിക്കുന്നു. സൂര്യൻ മാത്രമല്ല, ഇതര ജ്യോതിർഗോളങ്ങളെല്ലാം സെക്കൻഡിൽ 12 മൈൽ വേഗത്തിൽ വടക്കോട്ട് യാത്ര ചെയ്യുന്നു. ശാസ്ത്രം കാലാകാലങ്ങളിൽ നിഗമനങ്ങൾ തിരുത്തി പറയുന്ന പോലെ എന്റെ കയ്യിലിരിക്കുന്ന ജീവന്റെ വചനമുണ്ടല്ലോ, ആ വചനം തരുന്ന അറിവുകൾ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞ
പറഞ്ഞാലും തിരുത്തി പറയേണ്ടി വരികയില്ല. എന്തിനാ പ്രപഞ്ചത്തിലെ ജ്യോതിർഗോളങ്ങളെല്ലാം, ഈ ചരാചരങ്ങളെല്ലാം ഒരുമിച്ചുകൂടി വടക്കോട്ടോടുന്നത്? തങ്ങളുടെ സൃഷ്ടാവിന്റെ സവിധത്തിലേക്ക് ഓടുകയാണ്. ശ്രദ്ധിക്കണേ, നമ്മൾ ഈ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും പറയുന്ന പോലല്ല തിരുവചനം വടക്കെന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോട്ടയംകാരന് കൊച്ചി വടക്കാണെങ്കിൽ കൊച്ചിക്കാരൻ വടക്കെന്ന് പറയുന്നത് തൃശ്ശൂർ ഭാഗമാണ്. അവിടെയുള്ളവർക്ക് അതല്ല വടക്ക്, അവർ പറയും കാസർഗോഡ് ഭാഗമാണ്. അങ്ങനെ അതങ്ങോട്ട് മുന്നോട്ട് പോകും. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂപടത്തിൽ വടക്കെന്ന് കാണിക്കുന്ന മുകൾ ഭാഗമുണ്ടല്ലോ, നമ്മുടെ തലയ്ക്ക് മുകളിൽ ആകാശത്തേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. മിൽക്കി വേ ഇല്ലാത്ത, ക്ഷീരപഥങ്ങളില്ലാത്ത, ആകാശഗംഗയില്ലാത്ത ബ്ലാങ്കായി കിടക്കുന്ന ഒരു ഭാഗമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സമ്മതിക്കുന്നു. അതിനവരൊരു പേരുമിട്ടിട്ടുണ്ട്, നോർത്തേൺ നെബൂല. 1977 ആധുനിക യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ അവിടെ കണ്ട കാഴ്ച വിവരിക്കുന്നുണ്ട് കേട്ടോ. ആനക്കൊമ്പിന് സമാനമായ വെണ്ണതുളുമ്പും വിധത്തിൽ ഞങ്ങളുടെ ഒരു പുരാതന പട്ടണത്തിന്റെ കൊട്ടാരത്തിന്റെയൊക്കെ പ്രതീതി നൽകുന്ന വിസ്മയ കാഴ്ച കണ്ടു. ഒരു വലിയ കൊട്ടാരത്തിന്റെ കമാനം പോലെ ആ കാഴ്ച മനോഹരമാണ്. സ്ഫടികതുല്യമായ ഒരു നദിയുടെ പ്രവാഹം പോലെ തോന്നുന്നു. സ്തോത്രം. പ്രിയരെ, നാം അഭിമാനത്തോടെ മാറോട് ചേർത്ത് പിടിക്കുന്ന തിരുവചനം വ്യക്തമാക്കുന്നു. ആമോസ് 9:6 അവൻ ആകാശത്തിൽ തന്റെ മാളികമുറികളെ പണിയുന്നു. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. അവൻ ഭവനം പണിയാൻ പോയ ഭാഗമേതാണ്? അപ്പോസ്തലപ്രവൃത്തി 1:11 സ്വർഗാരോഹണം ചെയ്തു. നോർത്തേൺ നെബൂല എന്ന് ശാസ്ത്രജ്ഞർ പേരിട്ട ഉത്തരഭാഗത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ശാസ്ത്രജ്ഞർ ചോദിക്കുന്നു, അയ്യോ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്വർഗമായിരിക്കുമോ ഇത്? പ്രിയരെ, സൃഷ്ടാവായ ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്ത ചാൾസ് ഡാർവിൻ തന്നെഴുതിയ പരിണാമ സിദ്ധാന്തം 300 പേജ് പിന്നിടുമ്പോൾ 312 പ്രാവശ്യം പറയുന്നു, അനുമാനിക്കുന്നു, ചിന്തിക്കുന്നു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്നിനൊരു ഉറപ്പുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, 1100 അധ്യായം പിന്നിടുമ്പോഴും ദൈവത്തിന്റെ വചനം ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയാകാം എന്ന് തോന്നുന്നു, അനുമാനിക്കാം. ഇല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. 18 ന്യായാധിപന്മാരിൽ കൂടി, 41 രാജാക്കന്മാരിൽ കൂടി, ദൈവകരങ്ങളിൽ ശക്തരായി ഉപയോഗിക്കപ്പെട്ട പ്രവാചക വരണ്യന്മാരിൽ കൂടി, ശ്രേഷ്ഠരായ ദൈവഭക്തന്മാരിൽ കൂടെ ദൈവത്തിന്റെ വചനം ആധികാരികമായി പറയുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിത്യനായ യഹോവ അരുളിച്ചെയ്യുന്നു, സർവശക്തനായ ദൈവം അരുളിച്ചെയ്യുന്നു. മാറ്റമില്ലാത്തവന്റെ മാറ്റമായ അവൻ മാറ്റമില്ലാത്ത അരുളപ്പാടാണ് വിശുദ്ധ വേദപുസ്തകം. ഒരു ചോദ്യമുയരുന്നു, സ്വർഗം വടക്കാണോ? ആധുനിക ശാസ്ത്രം വികസിക്കുന്നതിനും എത്രയോ മുമ്പ് ദിശ കണ്ടെത്താൻ മത്സ്യബന്ധനത്തിന് പോകുന്നവരും മറ്റും ഉപയോഗിച്ച ഒരു സാധനമുണ്ട്. പേര് അവർ പറഞ്ഞു വടക്ക് നോക്കി യന്ത്രം. എന്താ അങ്ങനെ ഇതിന് പേരിടാൻ കാരണം? എവിടെ കൊണ്ടുവച്ചാലും വടക്കോട്ട് നോക്കിയിരിക്കും ഇതിനകത്തെ ഈ യന്ത്രത്തിന്റെ കാന്തസൂചി. ഉത്തര ധ്രുവത്തിലെ നക്ഷത്രങ്ങൾക്ക് അഭിമുഖമായി മാത്രമേ ഈ കാന്തസൂചി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ സാധനത്തിന് വടക്ക് നോക്കി യന്ത്രം എന്ന് പേരിടാൻ കാരണം. വടക്കു നോക്കി യന്ത്രത്തിലെ കാന്തസൂചിക്ക് പോലും അറിയാം കാന്തൻ എവിടെയാണെന്ന്. അവൻ അങ്ങനെയാണെങ്കിൽ പുത്രന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, സഭയം കാന്തയ്ക്കും ഉത്തമ ബോധ്യമുണ്ട് കാന്തൻ എവിടെയാണെന്ന്. കുഞ്ഞെ, ഭൂമിയോട് ചോദിച്ചാൽ അതിന് സംസാരശേഷി ഉണ്ടായിരുന്നേ പറഞ്ഞേനെ, എന്റെ പൊന്നച്ചാ, ഞാൻ വടക്കോട്ടാ ചരിഞ്ഞിരിക്കുന്നത്. എന്തിനാ ഭൂമി നീ ഇങ്ങനെ വടക്കോട്ട് കുമ്പിടുന്നത്? അയ്യോ, ഞാൻ സൃഷ്ടാവിനെ വണങ്ങുകയല്ലേ. അതിന് തയ്യാറാകാതിരുന്നെങ്കിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ചൊവ്വാഗ്രഹം പോലെയാകുമായിരുന്നു. കുമ്പിടാൻ മടിച്ച് ഞെളിഞ്ഞ് 1/2 ഡിഗ്രി തെക്കോട്ട് മാറിയിരുന്നെങ്കിൽ തിളച്ചുരുകുന്ന ശുക്രനെ പോലെയാകുമായിരുന്നു. സ്തോത്രം. നിന്നയെ അവഗണിച്ച് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രിസ്തുവിനെ കുമ്പിടാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പൈതലേ, പ്രപഞ്ച സൃഷ്ടാവിനെ ആരാധിക്കാൻ ചുവടുവെച്ചതുകൊണ്ട് നിനക്കോ നിന്റെ തലമുറയ്ക്കോ യാതൊരു ദോഷവും വരികയില്ല. മറിച്ച് നന്മയുടെ അനുഗ്രഹങ്ങളുമായി മഹാദൈവം നിന്നെ എതിരേറ്റുവരും. ഒരിക്കൽ ലൂസിഫർ പറഞ്ഞൊരു വാക്കുണ്ട്, യെശയ്യാവ് 14:13 ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും. സ്തോത്രം. ഉത്തരദിക്കിന്റെ അതിർത്തി, അവൻ സമാഗമന കൂടാരം. ഉത്തരദിക്കിന്റെ അതിർത്തി, വടക്കിന്റെ അതിർത്തി, അതിനപ്പുറത്ത് വടക്കില്ല. സ്തോത്രം. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതം, അവൻ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം അവൻ സമം ആഗമിക്കുന്ന സ്ഥലം. അവൻ 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 അതാണ് സ്വർഗം. അവൻ അവിടെ ചൂണ്ടിക്കാണിത്താൻ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ കയറും. 48-ാം സങ്കീർത്തനം നോക്കി 2-ാം വാക്യം, മഹാരാജാവിന്റെ നഗരമായി ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാണ്. മഹാരാജാവിന്റെ ദിക്ക് ഉത്തരദിക്ക്, വടക്കു ഭാഗം. സ്തോത്രം. ഒരു സെക്കൻഡിൽ പ്രിയപ്പെട്ടവരെ 40 ലക്ഷം ടൺ ഭാരം
സ്തോത്രം. ഹൈഡ്രജൻ വാതകം കത്തിത്തീർത്ത് അവൻ ഓടിക്കുതിക്കുകയാണ്, പരവേശത്തോട് കുതിക്കുകയാണ് സൂര്യൻ. ഈ നാളുകളിൽ സൂര്യന്റെ പരവേശമാണ് നാം കാണുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സൂര്യാഘാതം സർവ്വസാധാരണമായിരിക്കുന്നു. ആഗോള താപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അണയാൻ പോകുന്ന തിരുനാളം ആളിക്കത്തുന്നത് പോലെ സൂര്യൻ അതിവേഗം തനിക്ക് വിശ്രാമം അനുവദിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവത്തിന് വേണ്ടി അടിച്ചിരിക്കുന്ന കൂടാരത്തിലേക്ക് കുതിച്ചു പായുകയാണ്. കുഞ്ഞുങ്ങളെ, ഇനി അധിക നാൾ ഈ സൂര്യന്റെ പ്രകാശം കാണുകയില്ല. സൂര്യൻ കരിമ്പടം പോലെ കറക്കും. പകൽ വാഴുവാൻ വലിയ വെളിച്ചവും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചവും വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം പറയുന്നു. വെളിപ്പാട് 21:23. ഇനി നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. പഴയ നിയമം എഴുതിയ അവസാനിപ്പിക്കുമ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് മലാഖിയിലൂടെ പ്രവചിക്കുന്നു. 4-ാം അധ്യായം 2-ാം വാക്യം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ നിഴലിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. സ്തോത്രം. സൃഷ്ടാവായ നീതി സൂര്യൻ ഉദിച്ചുയരുമ്പോൾ പിന്നെ സൃഷ്ടിയായ സൂര്യന്റെ ആവശ്യമില്ലാതെയാകുന്നു. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ ആമേൻ അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കിയാൽ വെളിച്ചത്തെ പിടിച്ചു കിട്ടാൻ കഴിയുമോ? കല്ലറയുടെ കവാടബന്ധിത മഹാശില പ്രതിബന്ധത്തെയും ഉരുക്കു സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ ഇമ്പീരിയൽ മുദ്രയെയും മൂർഖമുഖന്മാരും ആയുധപാണികളുമായ പടക്കൂട്ടത്തെയും നിർവീര്യമാക്കിക്കൊണ്ട് ആമേൻ പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ള ന്യായപ്രമാണത്തിന്റെ ഖണ്ഡിതമായ വിധിയെ കടയോടെ പിഴുതെറിഞ്ഞുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി കർത്താവ് ഈ ഭൂമിയിലേക്ക് വീണ്ടും വരാൻ പോകുന്നു. അന്ന് ലോകം അവനെ അണിയിച്ച മുൾക്കിരീടം ധരിച്ചുകൊണ്ടല്ല, പിന്നെയോ സഹസ്രകോടി സൂര്യസമാന പ്രഭയെ വെല്ലും വിധം ആർക്കും പിടിച്ചടക്കാൻ കഴിയാത്ത അത്ഭുത വെളിച്ചമായവൻ മേഘാരുടനായി വരാൻ പോകുന്നു. ആമേൻ. നിരാശ പുതച്ച് വിധിയെ പഴിച്ചു കഴിഞ്ഞൊരു എളിയവന്റെ ജീവിതത്തിൽ യേശുക്രിസ്തു വന്നപ്പോഴാണ് വെളിച്ചമുണ്ടായത്. അന്ധകാരത്തിൽ കഴിഞ്ഞുകൂടി ജനകോടികൾക്ക് ആമേൻ നസ്രായന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നപ്പോൾ അനുഗ്രഹത്തിന്റെ വെളിച്ചം പ്രാപിക്കാനിടയായി തീർന്നു. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, മാതാവേ, താങ്കളുടെ ജീവിതത്തിൽ ഇരുട്ടുമാറാൻ നീതി സൂര്യനായ ക്രിസ്തു യേശുവിനെ കർത്താവായി അംഗീകരിക്കുക. അങ്ങനെയായാൽ നിങ്ങൾ ലോകത്തിൽ ജ്യോതിഷുകളെപ്പോലെ പ്രകാശിക്കുമെന്ന് തിരുവെഴുത്ത് ഉറപ്പു തരുന്നു. അവൻ അഗ്നിജ്വാലകളെ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു പ്രയോഗമാണ് അഗ്നിജ്വാലകളെ ശുശ്രൂഷകന്മാരാക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജ്വാലകളാക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അനേകർക്ക് പ്രത്യാശയുടെ വെളിച്ചമായി മഹാദൈവം നിന്നെ ഉപയോഗിക്കും. മക്കളെ, ഇരുട്ടു നിറഞ്ഞ വഴിത്താരയിലൂടെ നിന്റെ വീട്ടിലെത്താൻ വെളിച്ചം തരുന്ന ടോർച്ച് ഉണ്ടല്ലോ, 2 ബാറ്ററിയുള്ള ടോർച്ച്. അതിനുള്ളിൽ എവിടെയാ ശാസ്ത്രം വെളിച്ചം കരുതി വെച്ചത്? 2 ബാറ്ററിക്കുള്ളിലെ കരിക്കട്ടയിൽ. അതല്ലേ ശരി? ഈ പാഴ്മരുഭൂമിയിൽ നിന്റെ താൽക്കാലിക ഭവനത്തിലെത്താൻ 2 കരിക്കട്ടയിൽ വെളിച്ചം കരുതി വെക്കാൻ ലോകത്തിന് കഴിയുമെങ്കിൽ മക്കളെ, പ്രാണനാഥൻ ഒരുക്കുന്ന നിത്യഭവനത്തിലെത്താൻ നിന്റെ അന്തരാത്മാവിൽ തമ്പുരാൻ കരുതി വെച്ച നിത്യജീവന്റെ വെളിച്ചമാണ് ക്രിസ്തു യേശു ഒരുക്കുന്ന രക്ഷ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വെളിച്ചത്തിന്റെ മക്കളെ ചേർക്കാൻ നീതി സൂര്യൻ വെളിപ്പെടാൻ കാലമാകുന്നു. ശ്രദ്ധിക്കണേ, പകല് വാഴുവാനാണ് സൂര്യനെ സൃഷ്ടിച്ചത്, സകലത്തെയും അടക്കി വാഴാനാണ് ആദാമിനെ സൃഷ്ടിച്ചത്. എന്നാൽ 930 തികയുന്നതിന് മുമ്പ് തന്നെ വീഴ്ച വരുത്തിയതുകൊണ്ട് വാഴ്ച നഷ്ടപ്പെട്ടവനായി ആദാം. എന്നാൽ സൂര്യൻ ഇന്നും തന്റെ വാഴ്ച നഷ്ടപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, അവൻ വീരനെ പോലെ തന്റെ ഓട്ടമോടുവാൻ ഇഷ്ടപ്പെടുന്നു. ഈ സൂര്യന് ദൈവം ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. എന്തിനാണെന്ന് കൂടി പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കാം. ശ്രേഷ്ഠന്മാരായ വേദപണ്ഡിതാക്കളിൽ ചിലരുടെ അഭിപ്രായം ചിന്തനീയമാണ്. ഇന്ന് 4 കോടി ഡിഗ്രി ചൂടുള്ള സൂര്യൻ കരിമ്പടം പോലെ കറുത്ത് പണ്ട് ഭൂമി പാഴും ശൂന്യമായിരുന്നത് പോലെയാവുകയും അതിനെ പരിശുദ്ധാത്മാവ് പുതുക്കിയെടുത്ത് തന്റെ മക്കൾക്ക് പാർപ്പിടത്തിനായി തരികയും ചെയ്യും. വാഴ്ച നഷ്ടമാകാതെ ഓട്ടം അവസാനിപ്പിച്ച് ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന കൂടാരത്തിൽ നിന്ന് സൂര്യനെ അണിയിച്ചൊരുക്കി തന്റെ മക്കൾക്ക് നൽകുന്നു. ആമേൻ. വെളിപ്പാട് 2:28 നോക്കൂ. ജയിക്കുന്നവന് ഞാൻ ഉദയ നക്ഷത്രം കൊടുക്കുമെന്ന് തമ്പുരാൻ വാക്കു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ മാറത്തില്ല. സ്തോത്രം. 22ാമത്തെ വീട്ടിലായി ഇപ്പൊ താമസിക്കുന്നത് ഞാൻ. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, അളവ് നൂലെനിക്ക് പാറപ്പുറത്തല്ല, പുറംപോക്കിലല്ല, മനോഹര ദേശത്ത് വീണിരിക്കുന്നു. മനോഹര ദേശത്ത് എനിക്കായി നല്ലൊരു അവകാശം കർത്താവ് കരുതി വെച്ചിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിന് രക്ഷകനായി സ്വീകരിച്ചവർ കഷ്ടതയുടെ നടുവിൽ കടന്നുപോയാലും നിത്യാനന്ദം അവർക്കായി ഒരുങ്ങിയിരിക്കുന്നു.
അതേ, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും, തുല്യമായി തീരും ചന്ദ്രൻ. സ്വയം പ്രകാശിക്കാൻ കഴിവില്ലാത്ത ചന്ദ്രൻ സൂര്യൻ പ്രകാശമില്ലാതെയാകുമ്പോൾ സ്വാഭാവികമായും ചന്ദ്രനും വെളിച്ചമില്ലാതെയാകും. എന്തിനാ ദൈവം ചന്ദ്രനെ സൃഷ്ടിച്ചത്? ഉൽപ്പത്തി പുസ്തകം പറയുന്നു, പകൽ വാഴുവാൻ വലിയ വെളിച്ചമായി സൂര്യനെയും രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചമായി ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവ നിങ്ങൾക്ക് കാലം, ദിവസങ്ങൾ, വേനൽ, മഴ, ശീതമുഷ്ണം, വിത, കൊയ്ത്ത് എന്നിവ അറിയാനാണ് നിർമ്മിച്ചത്. സങ്കീർത്തനം നോക്കൂ, 104:19 അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമനത്തെ അറിയുന്നു. അതുകൊണ്ടാണ് യഹൂദന്, ഇസ്ലാം വിഭാഗത്തിലുള്ളവരുമൊക്കെ അതെ ചന്ദ്രവർഷം കണക്കാക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികളുണ്ടല്ലോ, ബലിപ്പെരുന്നാൾ ഡിക്ലെയർ ചെയ്തത് ചന്ദ്രനെ നോക്കിയാണ്. നമുക്കതറിയാം. ഇസ്രയേലിന് 360 ദിവസമേ ഒരു വർഷമുള്ളൂ. ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, അതായത് 14 + 14 = 28, അതിനോട് ചേർത്ത് പൗർണമിയും അമാവാസിയും കണക്കാക്കുമ്പോൾ അവൻ മാസത്തിന് 30 ദിവസം, 12 × 3 = 36, അങ്ങനെ 360 ദിവസം. പഴയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം എന്നറിയപ്പെടുന്ന ദാനിയേൽ പ്രവചനം നോക്കുക. അവൻ 12:3 നീയോ അവസാനം ഒരുവോളം പോയിക്കൊള്ളുക, വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. പഴയ നിയമം പറയുന്നു കാലം അവസാനിക്കും. ഇനി പുതിയ നിയമത്തിലേക്ക് നോക്കൂ, വെളിപ്പാട് പുസ്തകം 10:6 ഇനി കാലം ഉണ്ടാവുകയില്ല. സന്നിഗ്ധമായി പറയുക, ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും പോയി കഴിയുമ്പോൾ ഇവിടെ ദിവസവും കാലവും ഇല്ലാതെയാകും. ഭാവികാല നിത്യതയുടെ പൊൻപുലരിയായി നീതി സൂര്യൻ തേജസ്സോടെ പ്രകാശിക്കും. പൗലോസ് പറയുന്ന പോലെ ഞാനും പറയട്ടെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി ചെലവഴിച്ചത് 35 വർഷം, നാഥൻ എനിക്ക് വേണ്ടി തരാൻ പോകുന്നത് അളന്നു തിട്ടപ്പെടുത്താനാവാത്ത നിത്യതയുടെ നാളുകൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ, സെക്കൻഡുകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഋതുഭേദങ്ങൾ, സഹസ്രാബ്ദങ്ങൾ, യുഗായുഗങ്ങൾ ഇല്ലാത്ത നിത്യത കർത്താവ് എനിക്കായി കരുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് മിച്രി അൻസാർ പാടിയതുപോലെ കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, കാലമെല്ലാം കഴിയും, ഇന്ന് കാൺമതെല്ലാം അഴിയും, ഇനി പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും.